ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ ജേർണലിങ്ങിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കേണ്ട വീഡിയോ കാണിച്ചു തരാമെന്ന്. വാക്ക് പാലിച്ചിരിക്കുകയാണ് ഞാൻ ഇന്ന്. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഞാൻ സാധാരണ നമ്മളുടെ A4 ഷീറ്റ് തന്നെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് A4 ഷീറ്റ് എടുക്കാം, അല്ലെങ്കിൽ ലൈനില്ലാത്ത പേജസ് ഉണ്ടായിരിക്കില്ലേ അതെടുക്കാം. ലൈനുള്ള പേജസ് യൂസ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഭയങ്കര ബോറായിരിക്കില്ലേ. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് ഗൂഗിളിൽ നിന്നും ഒക്കെ കുറച്ച് പിക്ചേഴ്സ് റെഫറൻസിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ഇരുന്നിട്ടൊക്കെയാണ് ചെയ്യണത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷനുകൾ കാണാണ്ട് പോകരുത്. സോ നമ്മൾ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യൂട്ടായിട്ടുള്ള, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ബട്ടർഫ്ലൈസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തതും പിന്നെ കുറച്ച് നോട്ട്സ്, സ്റ്റിക്കി നോട്ട്സൊക്കെ പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാത്തായിട്ടൊന്നുമില്ലല്ലോ. സോ അതിലോ അല്ലെങ്കിൽ പിൻട്രസ്റ്റിലോ ഞാനും പോയിട്ടൊന്ന് എടുത്തു വെക്കാം. ഞാൻ സിമ്പിളായിട്ട് സ്ക്രീൻഷോട്ടുള്ള പോലെ തന്നെ റഫായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. വരക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് പേര് വിചാരിക്കുന്നുണ്ടായിരിക്കും വരക്കാൻ അറിയില്ല എന്നൊക്കെ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈസി ആയിട്ട് തോന്നുന്നുള്ള കുറച്ച് പിക്ചേഴ്സ് എടുത്ത് വെച്ചാൽ മതി. കാരണം ഇത് ആർട്ട് കോമ്പറ്റീഷനോ ഒന്നുമല്ലല്ലോ, നമുക്ക് നമ്മളുടെ ഒരു ഹോബി ആക്കിയെടുക്കാനുള്ളതല്ലേ. സോ നമ്മൾ തന്നെയാണ് കാണാൻ പോകുന്നത്. കുറച്ച് വൃത്തിക്ക് നമ്മളുടെ എങ്ങനെയാണോ നമ്മളുടെ വൃത്തി അതിനനുസരിച്ച് ചെയ്താൽ മതി. അതിനുള്ള സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സ് എടുത്താൽ മതി കേട്ടോ. അതിലിപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ, ആ പിക്ചേഴ്സ് തന്നെ അയക്കിനാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം എളുപ്പമുള്ളതാണ്. കുറച്ച് പൂവ് മേലെയൊക്കെ തന്നെയാണ് ഇതിലുള്ളത്, പക്ഷേ ലാസ്റ്റ് കാണാൻ നല്ല ഭംഗിയാണ്. കുറേ ടൈം എടുത്തിട്ട് തന്നെയാണ് ഞാൻ പയ്യെ വരച്ചിട്ടുള്ളതാണ്. സോ അത് വരച്ചെടുത്തിട്ട് പിന്നെ ഞാൻ സാധാ നമ്മുടെ സ്കെച്ച് പെന്ന്, എൻ്റെ അടുത്തുള്ള കുറച്ച് സാധാ സ്കെച്ച് പെന്നും പിന്നെ അതുപോലെ തന്നെ കയ്യിലുള്ള കളർ പെൻസിൽസും ക്രയോൺസൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ യൂസ് ചെയ്തിട്ട്. ക്രയോൺസ് പക്ഷേ ഞാൻ അധികം ക്രയോൺസ് ഞാൻ യൂസ് ചെയ്തില്ല കേട്ടോ. എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അത് സ്പ്രെഡ് ആവില്ലേ ക്രയോൺ ആകുമ്പോൾ, അതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പെയിൻ്റൊക്കെ ആയാലും മതി. കുറച്ചും കൂടിയും വൃത്തിയായിട്ട് തോന്നിയത് എനിക്ക് സ്കെച്ച് പെൻ യൂസ് ചെയ്യുമ്പോഴാണ്. സ്കെച്ച് പെൻ ഇപ്പോൾ സാധാരണ എല്ലാവരത്തുള്ള ഈ സംഭവം തന്നെയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. മറ്റുള്ളതൊക്കെ നാശമായിപ്പോയിക്കണ്. അപ്പോൾ ഇതിൽ സാധാ കളേഴ്സ് തന്നെ ഉള്ളൂ. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള കളർ പെൻസിൽസൊക്കെ വെച്ചിട്ട് ഷെയ്ഡൊക്കെ ഞാനിങ്ങനെ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് ശരിയാക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ പണി. അപ്പോൾ ഇത് അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആണ്. ഞാൻ അതുകൊണ്ടാണ് ഹോളിഡേയ്സിൽ വീഡിയോസ് ഇടുന്നത്. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, ഇന്ന് ഞാൻ ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നാളെ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ട്രൈ ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ടോ ഞാൻ ഇങ്ങനെ ഇന്നിട്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ അത്യാവശ്യം ടൈം എടുത്തിട്ട് ഒരു പേജ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തു. സ്കെച്ച് വെച്ചിട്ട് കൊടുക്കണമെങ്കിൽ വൃത്തി തോന്നിയത് ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ആ പിക്ചറിനൊന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പോയിൻ്റ് ആയിട്ട് വെച്ചോട്ടാ. നമുക്ക് ചിത്രം വരച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് പെന്നോ അല്ലെങ്കിൽ ഒരു മാർക്കർ, CD മാർക്കർ വെച്ചിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഒന്ന് സെറ്റാക്കി കൊടുത്തതിനാൽ നല്ല രസം കാണാൻ. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള ടോപ്പിക്ക് ഒരു ബട്ടർഫ്ലൈൻ്റെ ആണ്. ഒരു ബട്ടർഫ്ലൈ അല്ല, അത്യാവശ്യം കുറേ ബട്ടർഫ്ലൈസ്. അപ്പോൾ ഞാൻ വരക്കുന്നത് പിന്നെയും കാണിച്ചില്ല കേട്ടോ. അപ്പോൾ സമയം നോക്കി നിങ്ങൾ 11:48 രാത്രി ഉള്ള പണിയാണ്. ഓക്കെ, അങ്ങനെ രാത്രി തന്നെ ഇങ്ങനത്തെ പണിക്കൊക്കെ ഇരിക്കുക. ക്ലാസ്സൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ടേ അങ്ങനെ ഞാൻ അതും വരച്ചെടുത്തു. ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് വരച്ചു വന്നിട്ട് അതിൻ്റെ മേൽ കൂടെ ഇതാണ് കുറച്ചും കൂടിക്ക് ഒരു ഈസി ആയിട്ട് തോന്നിയത്. മറ്റേ വരക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യണേക്കാട്ടും കുറച്ചും കൂടിയും നല്ലതായിട്ട് തോന്നിയത് എനിക്ക് ആദ്യം തന്നെ ബ്ലാക്ക് പെൻ വെച്ചിട്ട് നമ്മളിങ്ങനെ വരച്ചതിൻ്റെ ശേഷം പിന്നെ കളർ അടിക്കുന്നതാണ് കേട്ടോ. ഇനി തീരെ വരക്കാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് പ്രിൻ്റ് എടുക്കുക. ഓക്കെ, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇത് വലിയ പണിയൊന്നുമില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള എളുപ്പമുള്ള പിക്ചേഴ്സ് തിരഞ്ഞെടുക്കുക, എന്നിട്ട് നൈസായിട്ട് വരച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എങ്ങാനും ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ചെയ്തിരുന്ന പണിയില്ലേ, ടെക്സ്റ്റ് ബുക്കിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വരച്ചിട്ട് കോപ്പി ചെയ്തിട്ട് താഴ്ന്ന് ആ അടയാളത്തിട്ട് വരക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾക്കല്ലേ, വേറെ ആർക്കും കാണിച്ചു കൊടുക്കാനൊന്നുമല്ലല്ലോ. സോ അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിന് കുറച്ച് ഷെയ്ഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ കണ്ടാൽ തന്നെ അറിയാമല്ലേ. പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും വരച്ചിൽ ഒക്കെ ഇഷ്ടപ്പെട്ടു. എന്നാലും കുറച്ചും കൂടിയൊക്കെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ബട്ടർഫ്ലൈസ്. കുറേ ടൈം എടുത്തിട്ട് ചെയ്തതാണിത്. എന്നുവെച്ചാൽ ഇത് ഞാൻ ചെയ്യാതിരുന്ന അന്ന് എനിക്ക് ആ കൂടിയിട്ട് ബട്ടർഫ്ലൈസിൻ്റെ ഇത് മാത്രമാണ് നന്നായിട്ട് കഴിഞ്ഞത്. ഒന്ന് മറ്റേ ലീഫിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും പേജും പിന്നെ ഈ ബട്ടർഫ്ലൈസിൻ്റെ പേജാണ് എൻ്റെ കഴിഞ്ഞത്. കുറേ ടൈം ഇരുന്നിട്ട് കണ്ടോ, സമയം നോക്കി 12:30 ആവാറായി. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഞാൻ തീർത്തത് ഈ ഒരു 5 ബട്ടർഫ്ലൈസ്. അങ്ങനെ ഫുള്ളിരുന്ന് കംപ്ലീറ്റ് ആക്കി. നല്ല രസമല്ലേ കാണാൻ. നമുക്ക് ചെയ്ത വർക്ക് ഇങ്ങനെ ഫുൾ ആ ടൈമിനുള്ള ഇത് കാണുമ്പോൾ, റിസൾട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ നിർത്തിയിട്ട് അത്യാവശ്യം ടൈം ആയിക്കുണ്ടായിരുന്നു. എല്ലാവരും കിടന്നു, ഞാനിരുന്ന് ഇങ്ങനെ ഈ പണിയിലല്ലേ. അപ്പോൾ 1 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ
ഉറക്കമൊക്കെ വന്ന് ക്ഷീണമായപ്പോൾ ഞാൻ പിന്നെ അത് നിർത്തി. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം തുടങ്ങി. ഓക്കെ, അതാണ് നിങ്ങൾ കാണുന്നത്. രാവിലെ ഒരു ചായ എടുത്ത് രാവിലെ ഒരു 6 മണിക്ക് ഞാൻ വീണ്ടും ഇരുമ്പോൾ തന്നെ ഇരുന്ന് തുടങ്ങി. 6 മണി 5:45 കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതും ഇരുന്ന്. ഇത് ഞാൻ അന്ന് തന്നെ തീർക്കും. ന്യൂ ഇയറിൻ്റെ തലേദിവസമൊക്കെ ചെയ്യേണ്ടതല്ലേ, അപ്പം അന്ന് തന്നെ തീർക്കും. ആ ഒരു വിഷ് എടുത്തിട്ട് ഞാൻ ചെയ്യാതിരിക്കുന്നത് ആ ഒരു എയിമിലായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ എടുത്ത ടോപ്പിക്ക് നെക്സ്റ്റ് പേപ്പർ എടുത്തിട്ട് ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ കാണിച്ചു തരണം കേട്ടോ. അതായത് ലീഫിൻ്റെ സംഭവങ്ങൾ കഴിഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ബട്ടർഫ്ലൈസൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അത്യാവശ്യത്തിന് സ്റ്റിക്കേഴ്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാണ് അടുത്ത ഫേവറേറ്റ് എന്ന് പറയുന്നത്. നല്ല രസമല്ലേ കാണാനായിട്ട് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ. അപ്പോൾ നമുക്ക് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മൂഡ് അനുസരിച്ചിട്ട് നമുക്ക് ഈ ക്യാരക്ടേഴ്സിനൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രസം കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടാലറിയാം വലിയ പെർഫെക്ഷനൊന്നും ഇല്ല, സാരമില്ല. എന്നിട്ട് അതിൻ്റെ മേലെ സെയിം സ്റ്റെപ്സ് തന്നെ. ഇപ്പം ഞാൻ പറഞ്ഞ് ബോറാവുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞുകൂടാ. എനിവേ അങ്ങനെ ഞാൻ പെന്ന് വെച്ചിട്ട് ബ്ലാക്ക് പെൻ വെച്ചിട്ട് തന്നെ വരച്ചെടുക്കുന്നുണ്ട്. പക്ഷേ കാര്യം എന്താ വെച്ചാൽ ബ്ലാക്ക് പെന്നൊക്കെ വെച്ച് വരക്കുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. ഈ പെൻസിലിൻ്റെ മേലെ കൂടെ വരക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, തെളിയില്ലല്ലോ. ഞാൻ കുറേ വട്ടം ഇങ്ങനെ വരച്ച് വെച്ചിട്ട് അങ്ങനെ വരച്ചൊക്കെ ലാസ്റ്റ് കാണുന്ന CD മാർക്ക് അപ്പുറത്തിരിക്കണം, CD മാർക്കർ ഇരിക്കണത്. അത്ര നേരവും ഞാൻ കണ്ടില്ല. പോട്ടെ, ഒന്നും പറയാൻ പറ്റില്ല ഇനി. അങ്ങനെ ഞാൻ വരച്ചെടുത്തു. എന്നിട്ട് കളറിങ് തുടങ്ങി കേട്ടോ. കളറിങ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. പക്ഷെ ഞാൻ കുറച്ചുകൂടി ആ പിക്ചേഴ്സിലുള്ള പോലത്തെ ഷെയ്ഡിനെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. കാരണം അത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ആ കളേഴ്സ് തന്നെ എൻ്റെ കയ്യിലുള്ള കളേഴ്സ് വെച്ചിട്ട് ഞാൻ കുറച്ച് ഡാർക്കാക്കുകയും കുറച്ച് ലൈറ്റാക്കുകയും ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രസമുള്ള ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുകയും മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പണിക്കൊക്കെ വന്നാൽ മതി. നല്ല രസമാണ്. എങ്ങനെയുണ്ട്? ക്യൂട്ടായിട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ വിചാരിച്ചത് ഇതുപോലത്തെ കുറച്ച് സ്റ്റിക്കി ടൈപ്പ് നോട്ട്സ് എടുക്കാനാണ്. ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും ഞാൻ അത്യാവശ്യം തളർന്നിട്ടുണ്ടായിരുന്നു ചെയ്തിട്ട്. രാത്രി ഇരിക്കണതല്ലേ, രാത്രി പിന്നെ രാവിലെ ആയി, അങ്ങനെ ആയപ്പോൾ അത്യാവശ്യം തളർന്നു. അപ്പോൾ ഞാൻ ഈസി ആയിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ്, അതായത് കുറച്ച് എന്താ പറയുക സർക്കിൾസ് വരച്ചു. എന്നിട്ട് പിന്നെ പെയിൻ്റ് തന്നെ എടുത്തു. പെയിൻറ്റിങ് ആകുമ്പോൾ പെട്ടെന്ന് തീരും കേട്ടോ, അത്ര വലിയ ടൈമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇതുപോലത്തെ കുറച്ച് നോട്ട്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്തു. അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് കുത്തിയിരുന്ന് ചെയ്യൊന്നും വേണ്ട കേട്ടോ, അതൊന്നും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. സോ ടൈം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കില്ലേ, അപ്പോൾ പതുക്കെ ചെയ്താൽ മതി. ഇത് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നല്ല രസമാണ് കണ്ടോ, പതുക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു കൂളാണ്. അങ്ങനെ നമ്മൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ എന്തിപ്പോൾ കാണിച്ച് വെച്ചിരിക്കണമെന്ന് തോന്നും, പക്ഷേ അതിന് തോന്നണ്ട, ലാസ്റ്റ് എനിക്ക് മനസ്സിലായിക്കോളും. അയ്യോ, അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ എല്ലാം ചെയ്തെടുക്കുന്നു. എന്ത് രസമല്ലേ കാണാനായിട്ട്. നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ തന്നെ പൊക്കി പറയാമെന്നല്ല, പക്ഷേ അത്യാവശ്യം കുറേ ടൈം എടുത്ത് ചെയ്തല്ലേ, അപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ നമ്മളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് 2 പേജ് കാണിക്കുമ്പോൾ എന്താ ഇതെന്ന് ചിലപ്പോൾ ഡൗട്ട് തോന്നും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ജസ്റ്റ് സ്റ്റിക്കേഴ്സ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതാണ്. അപ്പോൾ നമ്മളിതിന് കട്ട് ചെയ്യലാണ് അടുത്ത ടാസ്ക്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം ടൈം ഇതിനും വേണം. ജസ്റ്റ് ഇങ്ങനെ സ്ക്വയറിൽ കട്ട് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ആ സ്റ്റിക്കറൊക്കെ കിട്ടില്ലേ, അതേ ഷേപ്പിൽ അങ്ങനെ ആക്കാനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വൈറ്റ് പോർഷൻ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കുറച്ചുകൂടി എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത്. വേണമെങ്കിൽ ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്യാം, പക്ഷേ കുറച്ച് വൈറ്റ് ആ ഒരു ഷേപ്പിൽ അവിടെ കിടക്കുമ്പോൾ കുറച്ച് കൂടി ഭംഗി. അപ്പോൾ എന്നെ സഹായിക്കാൻ നീയ വന്നിട്ടുണ്ട്. അപ്പോൾ നീയാനറിയില്ലേ, നീയ നമ്മുടെ സിസ്റ്ററാണ്. അപ്പോൾ ഞാനും ഓളുമാണ് ഈ ചാനലിലാണ്. ഓക്കെ, നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിൽ കുറേ പേരുണ്ട് അല്ലേ. ഓക്കെ, അവരോട് പറയാനുള്ളത് വെൽക്കം ടു അവർ ഫാമിലി, താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്, കീപ് സപ്പോർട്ടിങ്. ഓക്കെ, അവരോട് പറയാനുള്ളത് ഞാനിപ്പോൾ 12th പഠിക്കുന്നത് സയൻസ്, നീയ ഇപ്പോൾ 8th കേട്ടോ. കുറേ പേരൊന്നും പറയില്ല, കുറച്ച് പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി പിന്നെ പറയാനുള്ളത്, നമ്മൾ വീഡിയോസ് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും കേട്ടോ ഇടുക. നിങ്ങൾക്കറിയാലോ ഞാൻ സയൻസ് എടുത്തിട്ടുള്ളത്, സോ എക്സാംസൊക്കെ ആവാറായി. സയൻസ് എടുത്ത കുട്ടികളുടെ അവസ്ഥയാണ് ജനുവരി തൊട്ടേ കുറച്ച് പാടാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ആഴ്ചയിൽ ഒരുക്കുന്നത്. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ. വേണമെങ്കിൽ ഞാൻ ആഴ്ച ഒരിക്കൽ ഫുൾ വീഡിയോ, അതായത് ഏത് ദിവസമാണ് വേണ്ടതെന്ന് പറയാം, ശനി ഓർ ഞായർ, വെള്ളി ശനി ഞായർ, ഇതിൽ ഏത് ദിവസം വേണ്ടതെന്ന് പറയണേ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിൽ നമുക്ക് വന്നിട്ടുള്ള റെസ്പോൺസ് നിങ്ങളൊക്കെ മുത്താണ്. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ റെസ്പോൺസ് വരുന്നത്. നമുക്ക് കമൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓണാക്കിയിരുന്നതാണ്. എന്നിട്ട് വരുന്ന റെസ്പോൺസിലേക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഈ വർക്ക് ഇങ്ങനെ അവസാന ഘട്ടത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ
ഇങ്ങനെ കുറച്ച് കവറൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാൻ കിട്ടുന്ന കവറില്ലേ, അതിനെ 2 സൈഡ് ടാപ്പ് ഒട്ടിച്ച് വെച്ചു. അത്രേ ഉള്ളൂ. ഞാൻ വേറെ കുറച്ച് ഡേഞ്ചർ പരിപാടി ട്രൈ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ പറയണില്ല, ബിക്കോസ് വീട്ടിൽ കുറച്ച് ചെറിയ കുട്ടികൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സാധാരണ കിട്ടുന്ന കവർ നമ്മൾ എന്ത് വാങ്ങിക്കാനാലും കിട്ടുന്ന ഇങ്ങനത്തെ ട്രാൻസ്പാരൻറ്റ് ഷീറ്റില്ലേ, അതിന് 2 ഭാഗത്ത് ടാപ്പ് ഒട്ടിച്ച് വെച്ചു. അത്രേ ഉള്ളൂ, സിമ്പിളല്ലേ. ഇനി ലാസ്റ്റ് 2 പേജ് ഞാൻ വെറുതെ വെച്ചെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ, അതെന്താണ് അറിയോ, ഇങ്ങനെ നേരെ പെയിൻ്റ് അടിച്ചിട്ട് 2 പീസ് ഇതുപോലെ ആക്കി, എന്നിട്ട് ജസ്റ്റ് സർക്കിളിൽ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ മടക്കി കിട്ടാൻ വേണ്ടിയിട്ട്, ചുറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പെയിൻറ്റിൻ്റെ ബോട്ടിൽ യൂസ് ചെയ്ത് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതെന്താണെന്ന് മനസ്സിലാവും, വാഷി ടാപ്പ് അങ്ങനെയല്ലേ പറയാം, വാഷി ടാപ്പ്. ഓക്കെ, ആ സാധനം ഒന്ന് ട്രൈ ചെയ്തെടുത്താണ്. അത് എങ്ങനെയുണ്ട്, പൊട്ടത്തരൊന്നും ആയിട്ടില്ലല്ലോ അല്ലേ. അത് ജസ്റ്റ് ഞാൻ വിചാരിച്ചു എന്തായാലും സ്റ്റിക്കേഴ്സൊക്കെ റെഡിയാക്കുകയാണ്, അപ്പോൾ നമുക്കതൊന്ന് ചെയ്യുമ്പോൾ ഇതും കൂടി സെറ്റാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം സക്സസ് ആയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ എന്നെ കണ്ടിട്ട് പറ. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു പേജ് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മാർജിൻ പോലെയൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജേണലിൽ. ജനുവരിയിൽ നിന്ന് ഞാൻ ചെയ്തിട്ടുള്ള സൈഡിൽ എനിക്ക് ഈ ഒരു ബ്ലാക്ക് സാധനം കാണാൻ പറ്റും. അത് ഞാൻ പെയിൻ്റ് അടിച്ചല്ല, ഈ സാധനം ഡയറക്റ്റായിട്ട് ഒട്ടിച്ചത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ചെയ്യണമെങ്കിൽ പെയിൻ്റ് എടുക്കണം, അടിക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒക്കെ സെറ്റാണ്, കുറച്ച് സ്റ്റിക്കേഴ്സ് സെറ്റാണ്, പിന്നെന്താ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റാണ്, ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, അതാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് റിസൾട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒന്നും കൂടി പറയണേ, നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരൊക്കെയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ വീഡിയോസ് ഇടാൻ ടൈം കണ്ടെത്തിയിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇടുന്നതല്ലേ, അപ്പോൾ നിങ്ങളോട് വേറെ ഒന്നും ചോദിക്കാൻ കൊണ്ട് പറ്റില്ല. കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അത്രയും സന്തോഷം. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തിട്ട് അവരോട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ, അല്ലേ? ആണെങ്കിൽ ഒന്ന് കമൻസിൽ അറിയിക്കുക. ഇതിനും കഴിഞ്ഞ വീഡിയോത്തെ പോലെ തന്നെ റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്രയുള്ള പറയാൻ വേറെ എനിക്ക് അറിഞ്ഞൂടാ. ആൻഡ് നമ്മളങ്ങനെ ഒരു പെട്ടി എടുത്തിട്ട് അതിൽ ചെയ്തു വെച്ചിട്ടുള്ള ഈ വർക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ ജേർണലിങ്ങിനുള്ള ആളെ നമ്മൾ മാറിയിരിക്കുകയാണ് ഗൈസ്. നമ്മളിനിപ്പോൾ ജേർണലിങ്ങിനുള്ള ഒക്കെ സെറ്റ് ഉണ്ട്, ബുക്കൊക്കെ എങ്ങനെ ചെയ്യേണ്ടത്, സംഭവങ്ങളൊക്കെ. ഞാനൊരു ബിഗിനറാണല്ലോ, അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്തില്ലെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടുവെക്കുക, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വേറെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.